നീ ഇതുമായിട്ടൂടെ ഉണ്ടോ? ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കണം. ഞാൻ അങ്ങോട്ട് പോവാ. ആരെങ്കിലും കണ്ടാൽ അറിയാമല്ലോ. ഒരു സ്മോളോട് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അയ്യടാ. കേറി വാടോ, കേറി വരാൻ പറഞ്ഞില്ലേ? കേറി വരാൻ പറഞ്ഞില്ലേ? നിങ്ങൾ ഇതുവരെ പോയില്ലേ? നിങ്ങളോട് സ്ഥലം അപ്പം പറഞ്ഞല്ലേ? അപ്പനോ? ഏതപ്പൻ? ഇത് മൂപ്പന്റെ മോളാ. അല്ല, ഇന്നലെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പം വളരെ വൈകിയില്ലേ? അപ്പോ രാവിലെ എഴുന്നേറ്റ് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. എളുപ്പം പൊയ്ക്കോ, ഇന്ന് പഞ്ചമിയാ. ഞങ്ങളുടെ ആൾക്കാരുടെ കണ്ണിൽ പെട്ടാൽ നിങ്ങളെ തേവർക്ക് ബലി കൊടുക്കും. ഞങ്ങൾ പോവാ. പഞ്ചമി ദിവസം എല്ലാ കൊല്ലവും അടിയങ്ങൾക്ക് മനുഷ്യക്കുറി നടത്താൻ കഴിഞ്ഞു. ഇക്കുറിയും അത് നടത്തണമെന്ന് തന്നെയാണ് അടിയങ്ങളുടെ ആഗ്രഹം. പാതിരാക്കി പൂജകൾ തീരും മുമ്പ് അടിയൻ അങ്ങേക്കുള്ള മനുഷ്യക്കുറി നടത്തിയിരിക്കും. പൊന്നു ദേവരെ, ഇന്നലെ സർപ്പദംശത്തിൽ നിന്നും മൂഷിക പ്രയോഗത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോയ ആ മനുഷ്യന്മാര് ഇനിയും ഈ കാട്ടിൽ നിന്നും പുറത്തു പോയിട്ടില്ല. അവരെ എങ്ങനെയും പിടിച്ചുകൊണ്ട് വരാനുള്ള ഏർപ്പാടുകൾ ഈ അടിയൻ ചെയ്തിട്ടുണ്ട്. അതുവരേക്കും 100 പാലും ചേർത്തുള്ള പൂജകൾ അടിയങ്ങൾ തന്നുകൊള്ളാവേ. അടിയനൊന്നും മനസ്സിലാകുന്നില്ലല്ലോ, എന്താണിത്? വത്സ, നാം നിന്നിൽ അസംതൃപ്തനാണ്. അയ്യോ തേവരെ, അടിയൻ അറിഞ്ഞോണ്ടൊന്നും ചെയ്തിട്ടില്ലേ? ഇല്ലേ? നല്ലതുപോലെ ഒന്ന് ഓർത്തു നോക്ക്. ഇന്നലെ കണ്ണമ്മയെ സർപ്പദംശത്തിന് അടിമയാക്കി. അത് തെറ്റാണോ? അവള് പാപം ചെയ്തിട്ടല്ലേ? അതിന് തക്ക തെറ്റ് അവൾ എന്താണ് ചെയ്തത് എല്ലാം നാം അറിയുന്നുണ്ട്. അങ്ങനെ പറയല്ല തേവരെ, കാട്ടുനീതിക്ക് നിരക്കാത്തതാണ് അവള് ചെയ്തത്. അന്യ ഏതോ ഒരുത്തന്റെ കൂടെ പോയി അവള് വയറ് വീർപ്പിച്ചു. അങ്ങനെ ആലോചിച്ചാൽ നീയും പോക്കൃത്തരം ചെയ്തിട്ടില്ലേ വത്സ? അടിയന്
അടിയന് മാപ്പ് തരണം. മാപ്പോ? അതിന് മാപ്പ് നൽകാമെന്ന് വെച്ചാൽ തന്നെ മാപ്പ് അർഹിക്കാത്ത ഒരു മഹാപാപം നീ ഇന്നലെ ചെയ്തു. ഇല്ല തേവരെ, മറ്റൊന്നും അടിയൻ ചെയ്തിട്ടില്ല. വത്സ, നീ ചെയ്തു. എന്റെ ഒരു പ്രതിപുരുഷനെയും അവന്റെ കൂട്ടുകാരനെയും ഞാൻ നിന്റെ അടുത്തേക്ക് അയച്ചു. നീ അവരെ വിരട്ടി, അവരിൽ നിന്ന് കൈക്കൂലി വാങ്ങി. അതും അവർക്ക് തണുപ്പത്ത് കഴിക്കാൻ ഞാൻ കൊടുത്തയച്ച സ്കോച്ച് വിസ്കിയും സിഗരറ്റും. അത് അയാളുടെ അപ്പൻ എനിക്ക് വേണ്ടി കൊടുത്തയച്ചതാണെന്ന് പറഞ്ഞു. അവന്റെ അപ്പനാര്? ആര്? ആരാന്ന് അടിയൻ അറിയില്ലേ? ഞാൻ, ഈ കാടിന്റെ തേവര്. അവരിപ്പോൾ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിക്കണം. എന്റെ പ്രതിപുരുഷനായി നീ ഇന്നലെ മൂഷിക പ്രയോഗം നടത്തിയവനെ സർവ്വവിധ ബഹുമതികളോടും കൂടി കുടിയിൽ പാർപ്പിക്കണം. ഇല്ലെങ്കിൽ എനിക്ക് കോപം വരും. കോപം വന്നാൽ നീയും നിന്റെ വംശവും നശിക്കും. അറിയാമല്ലോ? അറിയാവേ. ജാഗ്രത. ഇനി നിന്റെ കുടി തൽക്കാലം എന്റെ പ്രതിപുരുഷൻ ഭരിക്കട്ടെ. പോകൂ, ഇപ്പൊ തന്നെ പോകൂ. അവരെ കണ്ടുപിടിക്കൂ. ഇപ്പൊ കൊണ്ടുവരാൻ തേവരെ. അടിയന് തെറ്റുപറ്റി. അടിയനോട് പൊറുക്കണം. ഇനിയുള്ളത് പിന്നെ പറയാം. ഓവർ. ഏറ്റോ എടേ, സംഭവം ഏറ്റു. ഇനി അവന്മാരെ കാണത്തക്ക രീതിയിൽ എവിടെയെങ്കിലും പോയി നിന്നാ മതി. നീ വാ. അണ്ണാ, എനിക്കിതത്ര ഒരു ഇങ്ങോട്ട് വാടാ. ഇന്നലെ ഇവിടെ വന്നവരെ ഈ കാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ പിടിച്ചോട്ട് വരണം. ഏവരേച്ച ആളുകളാ, ഓടിച്ചല്ലേ. അവന്മാരെ കാണുന്നില്ല. പരിവിടെ വരാതെ എവിടെ പോവാൻ? അണ്ണാ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. സാധാരണ ഈ കാട്ടുജാതിക്കാരൊക്കെ കറുത്തല്ലേ ഇരിക്കുക? പിന്നെ ഈ മൂപ്പം മാത്രം എന്താ നല്ല ചൊകാന്ന് വെളുത്തിരിക്കുന്നത്? സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യ ഭരിച്ചിരുന്ന ആരാ? സായിപ്പന്മാര്. ആ, ഏതോ ഒരു സായിപ്പ് റേഞ്ചർ കൊണ്ടായതാണ് ഈ മൂപ്പൻ. അതാ ഈ വെളുപ്പ് നിറം. അവന്മാര് വരുന്നു. കാണത്തക്ക രീതി നിന്നോ. അയ്യോ, നിങ്ങളെ രണ്ടുപേരും കുട്ടിയല്ല മൂപ്പം പറഞ്ഞിരിക്കണം. അയ്യോ, ഇന്നെ വെക്കണം, ഇന്നെ വെക്കണം. പിടിച്ച് കിടത്തവരെ. അല്ലോട്ട് വീഴാം. ഞങ്ങളെ കൊല്ലരുതേ. ഇരിക്ക്, ഇരിക്ക്. മാപ്പാക്കണം. തേവരുടെ കൽപ്പന നടക്കട്ടെ. ഈ കാടിന്റെ രക്ഷകനായി ഇവിടുത്തെ കൊച്ചു തേവരായി അങ്ങേ വാഴിക്കാൻ വലിയ തേവര് കൽപ്പിച്ചരുളിയിരിക്കുന്നു. മനസ്സിലായില്ല. അടിയനെ ഇനിയും പരീക്ഷിക്കരുതേ. ഈ സ്ഥാനമാനങ്ങൾ ഏറ്റെടുത്ത് അടിയനെ അനുഗ്രഹിക്കണം. ഈ കൂമംകൊല്ലത്തേവരെ സാക്ഷി നിർത്തി ഇന്നു മുതൽ ഈ കാട്ടിലുള്ള ആനകളുടെയും സിംഹത്തിന്റെയും പുലികളുടെയും കാട്ടുപോത്തിന്റെയും മലമ്പാമ്പിന്റെയും മലയുടെയും പുഴയുടെയും ഈ അടിയങ്ങളുടെയും രക്ഷകനായ വലിയ ദേവരുടെ അവതാരമായ അങ്ങയെ കൊച്ചു ദേവരെ ഈ സ്ഥാനമാനങ്ങൾ തന്ന് അടിയൻ വാഴിക്കുന്നു.
ആളുന്ന ഈ അഗ്നിയിൽ പിടിച്ച് സ്ഥാനമേറ്റാലും ആളുന്ന തീയിൽ പിടിച്ച് സ്ഥാനമേൽക്കണം. പിടിച്ചോളൂ. കാട്ടുതീയാണ്, പൊള്ളില്ല. പിടിച്ചോളൂ. അയ്യോ അടിയങ്ങളുടെ തീർത്ഥമാണ്. കൊച്ചുദേവരായി സ്ഥാനമേറ്റാൽ ആദ്യം കുടിക്കേണ്ട പാനീയം. ഇത് തീർത്ഥമൊന്നുമല്ല, കള്ളിനകത്ത് കഞ്ചാവ് വിലക്കിയതാ. നല്ല രസമുണ്ടാവും. കുടിച്ചോ കുടിച്ചോ. കൊച്ചുദേവരുടെ സന്തോഷത്തിനായി നമ്മുടെ മുറപ്രകാരമുള്ള ആട്ടവും പാട്ടും നടക്കട്ടെ. ഇവിടത്തെ പെമ്പിള്ളേർക്കും അത്ഭുതലോകം, ഇത് അതിശയലോകം, കൈകാൽ കുഴയണ സ്വർലോകം, തലമേലെ രണ്ടാനം വിളി തെളിയണതയ്യ. ഇവിടത്തെ പെമ്പിള്ളേർക്കും ഇരുതലയ്യ. നമ്മൾ രണ്ടും കുലദൈവങ്ങൾ താലോലിച്ച ഇടാത്തന്മാർ. ഇങ്ങനെ കള്ളു കുടിച്ചാ ദേവര് നമ്മെ കണ്ട് ഭയക്കൂലേ? അത്ഭുതലോകം, ഇത് അതിശയലോകം, കൈകാൽ കുഴയണ സ്വർലോകം, തലമേലെ രണ്ടാനം വിളി തെളിയണതയ്യ. ഇവിടത്തെ പെമ്പിള്ളേർക്കും ഇരുതലയ്യ.
കൂട്ടിന് പുറകെ വന്നോക്കെത്തിന് ചിരി പൊട്ടിയതെന്നറിയാമോ? അത്ഭുത ലോകം ഇത് അതിശയ ലോകം, കൈകാൽ തുഴയണ സ്വർലോകം, തലമേലെ രണ്ടാനം വിളി തെളിയണതയ്യ. ഇവിടത്തെ പെപ്പിള്ളേർക്കും ഇരുതലയ്യ. അത്ഭുത ലോകം ഇത് അതിശയ ലോകം, കൈകാൽ തുഴയണ സ്വർലോകം, തലമേലെ രണ്ടാനം വിളി തെളിയണതയ്യ. ഇവിടത്തെ പെമ്പിള്ളേർക്കും ഇരുതലയ്യ. ഇനിയിപ്പോ എല്ലാ കാര്യങ്ങളും കൊച്ചുദേവര് പറയുന്നത് പോലെ ചെയ്തോളി. നിങ്ങൾ വെക്കോളി. മൂപ്പനെ കാണാൻ ആരോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ആരാ? എന്ത് വേണം? എന്റെ പേര് സുനന്ദ. ഞാനൊരു പത്രപ്രവർത്തകയാ. നിങ്ങളെ കുറിച്ച് ഒരു ലേഖനം തയ്യാറാക്കാൻ വന്ന. അതൊന്നും സാധിക്കൂല. ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഏലിപ്പോ ഒന്നും ചെയ്യാൻ പറ്റൂല. ഏലിപ്പോ അതിനുള്ള അധികാരം ഒന്നുമില്ല. മൂപ്പൻ അങ്ങനെ പറയരുത്. മൂപ്പനെ കാണാൻ മാത്ര ഞാൻ നാട്ടിൽ നിന്ന് വന്നത്. കുറച്ചു നാളത്തേക്ക് മതി. ഇവിടെയുള്ള സൗകര്യത്തിൽ കഴിഞ്ഞോളാം. നിങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഞാൻ ഉണ്ടാക്കില്ല. ഇവിടെ വന്ന് മൂപ്പനെ കണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുമെന്നാ ഞാൻ അറിഞ്ഞേ. അതൊക്കെ മുമ്പ്. ഏനിപ്പോ അതിനുള്ള അധികാരമൊന്നുമില്ല എന്ന് പറഞ്ഞില്ലേ? ഊരിനിപ്പോ പുതിയ ഒരു കൊച്ചുദേവരുണ്ട്. കൊച്ചുദേവരോ? ദേവരുടെ അവതാരം. അതാരാ തേവരുടെ അവതാരം? വലിയ ദേവരുടെ കൽപ്പനയാണേ. അതനുസരിച്ച് ഏനന്റെ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുകയും ചെയ്തു. കൊച്ചുദേവരെ പോയി കാണ്. കൊച്ചുദേവർ അനുവദിച്ചാൽ ഏൻ ഒരു വിരോധവും ഇല്ല. മൂപ്പന്റെ കുടി താമസിക്കാൻ വേറെ വല്ലവരുടെ അനുവാദം ആവശ്യമുണ്ടോ? ഏന്റെ സ്ഥിതി ഇനി എങ്ങനെയാ പറഞ്ഞു തരിക? എല്ലാം കൊച്ചുദേവരുടെ കൽപ്പന പോലെ നടക്കൂ. എന്തായാലും ശരി, മൂപ്പൻ ഈ കാര്യത്തിൽ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. മോളെ വേണി. എന്താ? പിന്നെ ഇവർക്ക് നമ്മുടെ കൊച്ചുദേവരുടെ കുടി ഒന്ന് കാട്ടിക്കൊടു. അനിയൻ കുഞ്ഞെ, നിനക്ക് അസൂയ തോന്നുന്നുണ്ടോ? അവനെടുക്കും. അനിയൻ കുഞ്ഞെ, ഈ സർപ്പദംശം വിധിക്കാനുള്ള അധികാരം ഇപ്പൊ ആർക്കാണെന്ന് അറിയാമോ? അറിയാം. ഒരു പെണ്ണിനെ ഒന്ന് നോക്കാനോ തൊടാനോ സമ്മതിക്കില്ല. ഒരു ആപ്പിൾ പോലും തിന്നാൻ സമ്മതിക്കില്ലേ? സമയമായില്ല. സമയമാകുമ്പോൾ കൊച്ചുദേവർക്ക് അറിയാം. അനിയൻ കുഞ്ഞെ, ആരോ ഭക്തജനങ്ങൾ കാണാൻ വന്നിരിക്കുന്നു. പോയി നോക്ക്. തന്നോളൂ. എന്ത് വേണം? കൊച്ചുദേവരെ കാണാൻ വന്നതാ. ആരാ?
പത്രപ്രവർത്തകയാ. ഇപ്പൊ വിളിക്കാം കേട്ടാ. ആരോ കാണാൻ വന്ന് നിൽക്കുന്നു. ആരാണ്? ഏതോ പത്രപ്രവർത്തകരാ. പ്രവർത്തകനാണോ പ്രവർത്തകയാണോ? ഒരു പെണ്ണാണ്. ഓ, പെണ്ണാണോ? എങ്കിൽ നാം ദർശനം കൊടുക്കാം. ഉം. എന്നാ. ഉം. ഇവളെങ്ങനെ ഇവിടെ വന്നു? ഇവനെങ്ങനെ ഇവിടെ എത്തി? പത്രക്കാരിക്ക് കാട്ടിലെന്ത് കാര്യം? എങ്ങനെ കൊച്ചുദേവരായി? ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. ശരി, നോക്കാം. എന്റെ പരിപാടികളെ പൊളിക്കാൻ വന്നാണോ? ദേവരെ, കൊച്ചുദേവരോട് ഒരു അപേക്ഷയുണ്ട്. എന്താ? പൂമൻകൊല്ലിയിലെ ആദിവാസികളെ കുറിച്ച് പഠിച്ച് ഒരു ഫീച്ചർ എഴുതാൻ വന്നതാ. കുറച്ചു ദിവസം ഇവിടെ താമസിക്കാൻ സൗകര്യം ചെയ്തു തരണം. ഇവിടെയോ? ദേവരെ! അങ്ങനെയാണോ? പറഞ്ഞുവിടണം. കുറച്ചാൾ നോക്കിയിട്ട് വിളവാണേൽ പറഞ്ഞുവിടാം. ശരി, ഓക്കെ ഓക്കെ. രാമം ദശരഥം വിദ്ധിമാം വിധി ജനകാത്മജാം. വലിയ ദേവർക്ക് നിങ്ങളെ തീരെ പിടിച്ചിട്ടില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം തൽക്കാലം സമ്മതിച്ചിരിക്കുകയാണ്. വേണി മോളെ, മൂപ്പനോട് ചെന്ന് ഇവർക്ക് താമസിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്ത് കൊടുക്കാൻ പറയൂ. ശരി, പറയാം. താങ്ക് യു. നോ മെൻഷൻ. ശരി. നിങ്ങളുടെ കൊച്ചുദേവരെയും ചിങ്കിടിയെയും ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. അതെ, നല്ല മുഖപരിചയം. ഇല്ലക്ക, അത് തോന്നല. കൊച്ചുദേവര് ഞങ്ങളുടെ വലിയ ദേവരുടെ അവതാരാ. അവരാദ്യം ഇവിടെ വന്നപ്പോ രണ്ടുപേരെ അപ്പം വലിയ ദേവർക്ക് ബലി കൊടുക്കാൻ പോയതാ. എങ്ങനെയോ രക്ഷപ്പെട്ട്. എന്റെ അവതാരോ കൊച്ചുദേവരെന്ന് വലിയ ദേവര് അപ്പനോട് കൽപ്പിക്കണത് ഞങ്ങളൊക്കെ കേട്ടതാ. നേരോ? സത്യം. നിങ്ങളുടെ കൊച്ചുദേവർ ഇവിടെ എത്തിയിട്ട് എത്ര കാലമായി? കുറച്ചേ ആയുള്ളൂ. വേണി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അവർ വലിയ ദേവരുടെ അവതാരമൊന്നുമല്ല. നിങ്ങളെ അവർ ശരിക്കും കബളിപ്പിച്ചു. കൊച്ചുദേവരെ പറ്റി അങ്ങനെ പറയരുത്, പാപമാ. കൊച്ചുദേവര് ഞങ്ങൾക്ക് വലിയ വിശ്വാസാ. കൊച്ചുദേവര് വന്നതിൽ പിന്നെയാ ഈ കാടിന് സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടായത്. എന്നാര് പറഞ്ഞു? വലിയ ദേവര് കൊച്ചുദേവരോട് പറഞ്ഞു, കൊച്ചുദേവര് ഞങ്ങളോട് പറഞ്ഞു. ഞാനിപ്പോ എന്തു പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. സാവധാനം മനസ്സിലാക്കി തരാം. അക്ക, വേണ്ടാത്തതിനൊന്നും പോണ്ട. കൊച്ചുദേവര് അറിഞ്ഞ കോപിക്കും. പിന്നെ ഈ കാട് മുടിഞ്ഞു പോകും. ഐതിഹ്യ കഥകളും അവതാര കഥകളും കേട്ടുവഴിയെ നിങ്ങൾക്ക് പുതിയൊരു മനുഷ്യദൈവത്തിന്റെ കഥ കൂടി കേൾക്കണ്ടേ? ഈ പുതിയ അവതാരം ഉണ്ടായിരിക്കുന്നത് സഹ്യന്റെ മലമടക്കുകൾക്കിടയിൽ ഒളിഞ്ഞുകിടക്കുന്ന പൂമൻകൊല്ലിയിലാണ്. നിഗൂഢതകൾ നിറഞ്ഞൊരു കാട്, ആരുടെയൊക്കെയോ ചൂഷണങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ആദിവാസികൾ. ഈ പാവങ്ങൾക്കിടയിലാണ് പുതിയ ദൈവത്തിന്റെ പൊടുന്നനെയുള്ള അവതാരം ഉണ്ടായിരിക്കുന്നത്. മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി കെട്ടുന്ന പല വേഷങ്ങളിൽ ഒരു വേഷം, അതല്ലേ ഈ പുതിയ കൊച്ചുദേവൻ.